എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ആ 3 പേരും നമ്മുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. വേറെ ആരുമല്ല, S25, S25 Plus, S25 Ultra. അപ്പൊ ഇവരുടെയൊക്കെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം അൾട്രയിൽ നിന്ന് തന്നെ തുടങ്ങാം. സ്നാപ്ഡ്രാഗൺ Elite എന്ന ചിപ്സെറ്റുമായിട്ടാണ് സാംസങ് ഗാലക്സി അൾട്ര വരുന്നത്. ഇപ്പൊ ചിപ്സെറ്റുകളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊസസർ തന്നെയാണ് സ്നാപ്ഡ്രാഗൺ Elite എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും പ്രൊസസറിന്റെ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടുക. മെയിൻ ക്യാമറ 200 മെഗാ പിക്സലും അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ 50 മെഗാ പിക്സലുമാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ക്യാമറ സൈഡ് വരുന്നത്. ക്യാമറ സൈഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അൾട്രയില് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. 6.9 ഇഞ്ച് ഡൈനാമിക് AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ വരുന്നത്. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 45 വാട്ട് ഫാസ്റ്റ് ചാർജും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ വിലയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപ ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. ഇനി നമുക്ക് സാംസങ് ഗാലക്സി S25 പ്ലസിന്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. പ്ലസിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിലും സ്നാപ്ഡ്രാഗൺ Eliteന്റെ ചിപ്സെറ്റ് തന്നെയാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. 50 മെഗാ പിക്സൽ, 12 മെഗാ പിക്സൽ, 10 മെഗാ പിക്സൽ എന്ന രീതിയിലാണ് ഇവരുടെ 3 ക്യാമറകളും വരുന്നത്. 6.7 ഇഞ്ച് ഡൈനാമിക് AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അടുത്തത് ഇതിന്റെ ബാറ്ററിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. 4900 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. എന്നാൽ 45 വാട്ട് ഫാസ്റ്റ് ചാർജ് ഇവർ കൊടുത്തിട്ടുണ്ട്. അതായത് അൾട്രയിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100 mAh ഇവര് ബാറ്ററി പെർസെന്റേജ് കുറച്ചിട്ടുണ്ട്. അതിന് എന്തടേ ലാഭം, എന്തെങ്കിലും ആയിക്കോട്ടെ. ഈ ഒരു ഫോണും അത്യാവശ്യം വലുത് തന്നെയാണ്. ആ ഒരു ഫോണിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ചെറുതാണ്, എന്നാലും അത്യാവശ്യം വലിയൊരു ഫോൺ തന്നെയാണ്. ഇനി ഇതിന്റെ പൈസയുടെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 99,999 രൂപ വരുന്നുണ്ട്. അതായത് 1 ലക്ഷം രൂപ ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. 1 രൂപ കുറച്ചിട്ടുണ്ട് 1 ലക്ഷത്തിന്. ഇനി എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ സാംസങ് ഗാലക്സി S25ലേക്ക് നമുക്ക് വരാം. സ്നാപ്ഡ്രാഗൺ Elite തന്നെയാണ് ഇതിലും വരുന്നത്. അത് തന്നെ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. 3 ഫോണിലും സെയിം ചിപ്സെറ്റ് തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതൊരു ഗ്രേറ്റ് കാര്യമാണ്. 50 മെഗാ പിക്സൽ, 12 മെഗാ പിക്സൽ, 10 മെഗാ പിക്സൽ, ഒരു മാറ്റവും ഇല്ല. വെരി ഗുഡ്. 6.2 ഇഞ്ച് ഡൈനാമിക് AMOLED ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. എന്നാൽ ഇതത്രയേ ഉള്ളൂ ഫോൺ. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു കുട്ടി ഫോൺ. കുട്ടി ഫോണുകൾ യൂസ് ചെയ്യാനായിരിക്കും എല്ലാവർക്കും ഇഷ്ടം. കാരണം വെയിറ്റും ഉണ്ടാവില്ല, കയ്യിൽ നമ്മുടെ ഒതുങ്ങുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരുടെയും കണ്ണിൽ ഉള്ളി ആണ്. ഓക്കെ, വളരെ വിഷമം തോന്നിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ അറിയാനായിട്ട് പോകുന്നത്. 4000 mAh മാത്രമാണ് ഇതിൽ ബാറ്ററി കൊടുത്തിട്ടുള്ളത്. അടുത്ത ഇതിന്റെ ഫാസ്റ്റ് ചാർജിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. 25 വാട്ട് ഫാസ്റ്റ് ചാർജാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ മറ്റേവിടുത്തെ പരിപാടിയാണ് നമ്മൾ കാണിക്കുന്നത്. അതിലൊക്കെ 45 കൊടുത്തിട്ട് 25 കൊടുക്കാവില്ല. ഇത്ര കാശ് വാങ്ങുന്നല്ലേ, കൊടുത്തോടെ ഇത്തിരി ഫാസ്റ്റ് ചാർജൊക്കെ. ഇതൊക്കെ എവിടെ കൊണ്ട് വെക്കുന്നടേ ഈ പൈസയൊക്കെ? 92,999 രൂപ ആയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ 3 ഫോണിന്റെയും വിലയും ഫീച്ചേഴ്സുകളും എല്ലാ തേങ്ങയും. ഇതിൽ ഏത് ഫോണാണ് നിങ്ങൾക്ക് ബെസ്റ്റ് ആയി തോന്നുന്നത് വെച്ചാൽ ജസ്റ്റ് അതിന്റെ പേര് താഴെ കമന്റ് ചെയ്യുക. പിന്നെ ഈ ഫോണിന്റെ ഒക്കെ പ്രീ ബുക്കിംഗ് ഇപ്പൊ ഫ്ലിപ്കാർട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഒക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ പോയി പ്രീ ബുക്ക് ചെയ്ത് വെക്കുക. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു വീഡിയോനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ കാണുമ്പോഴത്തേക്കും ബൈ.